എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അത്യാവശ്യം പറ്റും. പക്ഷെ എനിക്ക് എന്നൊക്കെ കൂടുതൽ അറിയുന്ന ഒരാളുടെ അടുത്ത്, ഇംഗ്ലീഷ് അറിയുന്ന ഒരാളുടെ അടുത്ത് എനിക്കിപ്പോൾ ചിലപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഓഫീസിലേക്കാണെങ്കിൽ ബോസിൻ്റെ അടുത്തേക്കാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സെനാറിയോനകത്ത് പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റുകയൊന്നുമില്ല. അത് ഒരു പേടിയും കാര്യങ്ങളൊക്കെ വരാം. എങ്ങനെ അത് മാറ്റാൻ പറ്റുക? ഇതെല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോറിനറെ പരിചയപ്പെട്ടു, മീറ്റിംഗ് നടത്തി. അപ്പോൾ ആദ്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവരോട് സംസാരിക്കാനായിട്ട്, കാരണം ഞാൻ പറയണത് മനസ്സിലാവും എന്നുള്ള പേടി. പക്ഷേ ഒരു പ്രാവശ്യം അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ പറയുന്ന സ്ലാങ് അല്ലെങ്കിൽ വൊക്കാബുലറി, എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവൂ എന്നൊരു പേടി എനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ, ഏതൊരു ഭാഷ, ഏത് ഇംഗ്ലീഷ് ഭാഷ കേട്ടാലും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന, ഈ പേടിയുള്ളത് നമുക്ക് മാത്രമാണ്. ഈ ഭാഷ ഇപ്പോൾ ഇംഗ്ലീഷ് ഉണ്ടെന്ന് നിങ്ങൾ ഇപ്പം മലയാളം തന്നെ എടുക്കാം. ഇപ്പം ഞാൻ പറയുന്ന ഭാഷ, ഇവിടെ ആലുവയിലുള്ള ഭാഷ, കോഴിക്കോടുള്ള ഭാഷ, തൃശ്ശൂരുള്ള ഭാഷ എല്ലാം എന്താണ് വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് കോഴിക്കോട് ഭാഷ കേട്ടാൽ മനസ്സിലാവില്ലേ? തൃശ്ശൂർ ഭാഷ കേട്ടാൽ മനസ്സിലാവില്ലേ? ട്രിവാൻഡ്രം ഭാഷ കേട്ടാൽ മനസ്സിലാവില്ലേ? എല്ലാം പറയുന്നത് മലയാളമാണെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ലാംഗ്വേജിലും. നമുക്ക് മാത്രമാണ് ഈ പേടി കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ പറയണത് ശരിയാവോ, മനസ്സിലാവോ, ഇങ്ങനെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് സംസാരിച്ചാൽ മാത്രം മതി. English Bus. Learning Simplified.